ഹായ്, എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൊരുത്തത്തിന്റെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അകത്തുള്ളതുപോലെ പുറത്തും എന്ന തത്വം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ 21ാമത്തെ തത്വമായ ധ്രുവീകരണത്തിന്റെ നിയമം അഥവാ ലോ ഓഫ് പോളാരിറ്റി എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ നിയമം പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വിപരീത വശമുണ്ട് എന്നാണ്. എല്ലാം രണ്ടാണ്, എല്ലാം ഇരട്ടയാണ്, എല്ലാം ധ്രുവങ്ങളുള്ളതാണ്, എല്ലാത്തിനും അതിന്റേതായ വിപരീതമുണ്ട്. ഈ വാക്കുകൾ ധ്രുവീകരണ നിയമത്തെ കൃത്യമായി വിശദീകരിക്കുന്നു. ഇരുട്ടും വെളിച്ചവും, ചൂടും തണുപ്പും, സ്നേഹവും വെറുപ്പും, പോസിറ്റീവും നെഗറ്റീവും എന്നിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അതിന്റേതായ എതിർവശമുണ്ട്. ഈ നിയമം പ്രപഞ്ചത്തിലെ സന്തുലിതാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വശം നിലനിൽക്കണമെങ്കിൽ അതിന്റെ വിപരീതവും നിലനിൽക്കണം. നമ്മുടെ ജീവിതത്തിലും ഈ നിയമം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്താണ് വേണ്ടാത്തതെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു മോശം ജോലി അനുഭവമുണ്ടായെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയുള്ള ജോലിയാണ് വേണ്ടതെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. രോഗം വരുമ്പോൾ ആരോഗ്യത്തിന്റെ വില മനസ്സിലാകുന്നതുപോലെ ധ്രുവീകരണ നിയമം നിങ്ങളെ നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറാൻ സഹായിക്കും. ധ്രുവീകരണത്തിന്റെ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കാം? ധ്രുവീകരണത്തിന്റെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ. വിപരീതങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും നെഗറ്റീവ് സാഹചര്യം വരുമ്പോൾ അതിന്റെ വിപരീതമായ പോസിറ്റീവ് വശം എന്തായിരിക്കും എന്ന് ചിന്തിക്കുക. ഉദാഹരണത്തിന്, ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അതിന്റെ വിപരീതം സമൃദ്ധിയാണ് എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ലക്ഷ്യത്തെ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കും. ചിന്തകളെ മാറ്റുക. നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അവയെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാൻ ബോധപൂർവം ശ്രമിക്കുക. ദേഷ്യം തോന്നുമ്പോൾ സ്നേഹത്തിലേക്ക് ശ്രദ്ധ മാറ്റുക. ഭയം തോന്നുമ്പോൾ ധൈര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഓരോ നെഗറ്റീവ് വികാരത്തിനും അതിന്റേതായ പോസിറ്റീവ് വിപരീതമുണ്ട്. നന്മ കണ്ടെത്തുക. ഓരോ മോശം കാര്യത്തിലും ഒരു നന്മയുടെ അംശമുണ്ടാകാം. ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പാഠം പഠിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും നല്ല വശം ഉണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റും. ബോധപൂർവം ഉയർന്ന ധ്രുവങ്ങളിലേക്ക് മാറുക. നിങ്ങൾക്ക് ഒരു താഴ്ന്ന വൈബ്രേഷൻ അനുഭവപ്പെടുന്നുവെങ്കിൽ അത് ഉയർന്ന വൈബ്രേഷനിലേക്ക് മാറ്റാൻ ബോധപൂർവം ശ്രമിക്കുക. സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. നന്ദി പ്രകടിപ്പിക്കുക. നല്ല കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രതിഫലനത്തിന്റെ നിയമം ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളുടെ കണ്ണാടിയാണെന്ന് നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നന്ദി.